പല നമ്മുടെ അറേബ്യൻ കൺട്രീസൊക്കെ ഈ പടത്തിന്റെ ഒരു വിഷയത്തിനെ സംബന്ധിച്ചോളം ഈ പടത്തിനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറെ സംഘടനകളൊക്കെ ഇതിനെതിരെ കുറച്ച് പ്രസ്താവനകളൊക്കെ ഇറക്കിണ്ടായിരുന്നു. മമ്മൂക്കയ്ക്ക് എതിരെ കൂടി. അപ്പം ഈ ഒരു പ്രസ്താവന പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് നൽകിയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോ ഇന്നത്തെ ഒരു കാര്യം പറയാൻ 25-ാം ദിവസത്തേക്ക് എത്തി നിൽക്കുന്ന പടം. അപ്പോ ഈ ഒരു നെഗറ്റീവ് ഇത് പോസിറ്റീവായിട്ടാണ് പടത്തിന് വന്ന് ഭവിച്ചത്. ഇതിനെ കുറിച്ചിട്ട് കിക്ക് എന്താണ് പറയുന്നത്? ഇതൊരു സിനിമയാണ്. ആദ്യം തന്നെ ഞാൻ പറയും, ഇതൊരു സിനിമയാണ്, ഇത് ജീവിതമല്ല. ജീവിതത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ദുബായിലും ഇങ്ങനെ ബാൻ ചെയ്തതിനെ കുറിച്ചിട്ടുള്ള ഫോറിൻ കൺട്രീസിൽ ബാൻ ചെയ്തതിനെ കുറിച്ചിട്ട് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്ന് വെച്ചാൽ ഒരു സിനിമയാണ്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ചിലപ്പം ഈ സിനിമയിൽ എന്താ പറയുക, ഒരു ഹോമോസെക്ഷൽ എന്ന് പറയുന്നത് ഇസ്ലാം മതപരമായിട്ട് അത് മാറ്റിവെക്കേണ്ട ഒന്നാണ്. അത് നമുക്ക് പാടില്ല എന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും ഇതൊരു സിനിമയാണ്. സിനിമയിൽ നമ്മൾ നോക്കുന്നത് സിനിമയുടെ ത്രെഡ്, കാതൽ, ആ ഒരു സ്ക്രിപ്റ്റാണ്. അത് എന്തെങ്കിലും ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ സിനിമയെ നമുക്ക് സിനിമയുടെ തലത്തിലേക്ക് അഭിനയിച്ച് അതിനെ ഒരാളുടെ മനസ്സിലിരിക്കുന്ന ഒരു സംഭവത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഹോമോസെക്ഷൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതിനകത്ത് സ്നേഹത്തിൻ്റെ ശരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള സ്നേഹബന്ധത്തിൻ്റെ ഒരു കഥ, അച്ഛനും മകനും തമ്മിലുള്ള. അതിനപ്പുറത്ത് ഒരു പെണ്ണ്, ഒരു ലേഡി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് കയറി വരുമ്പം അവിടെ ഉണ്ടാകുന്ന എന്ന് വെച്ചാൽ പറയുന്നുണ്ട് അതിനകത്ത്, ജ്യോതിക മാഡം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛനേക്കാളും കൂടുതൽ മമ്മൂക്കയുടെ എന്ന് വെച്ചാൽ മാത്യുവിൻ്റെ അച്ഛനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു സ്നേഹബന്ധത്തിൻ്റെ ഒരു കഥ കൂടിയാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹോമോസെക്ഷൽ എന്ന് പറയുന്നത് ആരെങ്കിലും കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു ത്രെഡ് നമുക്ക് വേണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനകത്ത് ഈ സിനിമ ഇങ്ങനെ മറ്റുള്ളവരേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. അതിനകത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് മാത്രം ജീവിച്ചാൽ മതിയോ, മാത്യുവിനും ജീവിക്കണ്ടേ, മാത്യുവിനും ജീവിതം ഇല്ലേന്ന്. അപ്പം പല വീടുകളിലും ഇങ്ങനെയുള്ള ആരും അറിയാത്ത 2 റൂമുകളിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ടാവാം. അവർക്കും കൂടി പുറത്തേക്ക് ചാടാനുള്ള, അവരെ മനസ്സറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു പ്രചോദനം ആയിട്ടാണ് ഞാൻ ഈ സിനിമ. പിന്നെ ബാൻ ചെയ്തതിനെക്കുറിച്ച് എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. അവരെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. ഓരോ സിനിമ ഇറക്കുക, അത് മറ്റുള്ളവരെ കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അവകാശമാണ്. അപ്പോൾ അതിനകത്തൊന്നും അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അവനവന്. ഞാൻ തിങ്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അതിനെ ബാൻ ചെയ്തിട്ട് ആ സിനിമ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു മുസ്ലിം അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ കണ്ടായിരുന്നു. അത് ഒന്നും മമ്മൂക്കയെക്കുറിച്ച് തെറി പറയാനോ അല്ലെങ്കിൽ മമ്മൂക്കനെ വേറെന്തോ പറയാനോ ഒരാൾക്കും അവകാശമില്ല. അതും മമ്മൂക്കയുടെ താല്പര്യമാണ്. മമ്മൂക്കക്ക് സ്വാതന്ത്ര്യമുള്ളതാണ്, അഭിനയിക്കണോ വേണ്ടേ എന്നൊക്കെ പറയുന്നത്. നമ്മൾ എല്ലാവരും അവരവരെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ഇതാണത്. അപ്പോൾ അതിനകത്തും എനിക്ക് ബാൻ ചെയ്തതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സിനിമയ്ക്കും മറ്റുള്ളവരെ അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്ന പോലെയാണ് ഈ സിനിമ ബാൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്.